മാഡം, ഇന്ന് സമൂഹത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കേസുകളോ സമാനമായ രീതിയിലുള്ള സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ നിലനിൽക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളുടെ അതിനകത്തുള്ള പ്രതികരണം ഏത് രീതിയിലായിരിക്കും? അല്ല ആരെ പക്ഷപാതം പിടിച്ച് അവർ പ്രതികരണം നടത്തുന്നു, അതേപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ ആ സംഭവത്തിനെ പറ്റിയുള്ള ചർച്ചകൾ ഏത് രീതി വരും? അതേപോലെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ ഇതേപോലുള്ള സംഭവങ്ങളിലുള്ള നിലപാടുകൾ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണെന്ന് മാഡത്തിനൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? താങ്കൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വിഷയങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികളുടെയും നിലപാടാണ് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം. അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും സ്ത്രീക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ തന്നെയാണ്. സ്ത്രീകൾ മരണപ്പെടുമ്പോഴും ആത്മഹത്യ ചെയ്യുമ്പോഴും ആ വാർത്ത ദിവസങ്ങളോളം മാസങ്ങളോളം ചർച്ച ചെയ്യപ്പെടുകയും എല്ലാ പുരുഷന്മാരെയും ഇത്തരത്തിൽ കണ്ടുകൊണ്ട് ആ പുരുഷന്റെ വീട്ടിലുള്ള വയസ്സായ അവരുടെ അമ്മ, അതായത് അമ്മായിയമ്മ, അതൊരു ഭീകരജീവിയായി കാണുകയും അവർക്കെതിരെ അവരെ തകർക്കും വിധം അവരോട് സംസാരിക്കാതെ ഒരു വശം മാത്രം കേട്ടുകൊണ്ട് ചർച്ചകൾ തുടരുകയും പുരുഷനെ ഇകഴ്ത്തി കാണിക്കുകയും അവനെ തേജോവധം ചെയ്യുകയും ഒരു കുറ്റവാളിയായി തീർക്കുകയും ചെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് രാഷ്ട്രീയ കക്ഷികൾ. എന്നാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഈ ചിന്താഗതി ഈ സംഘടനയ്ക്കില്ല. രാഷ്ട്രീയമായ നല്ല പ്രവർത്തകരും ഇന്ന് ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിലുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ തന്നെ സ്ത്രീകളുടെ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും വില്ലന്മാരായി തീരുകയും രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെ നിയമ ദുരുപയോഗം കൊണ്ട് ഇരയാകി തീരേണ്ടതുമായ അവസ്ഥ ഇന്ന് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും കണ്ടുവരികയാണ്. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ മുറിവ് ഏൽക്കുന്നതായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീയെ വെപ്പണായി ഉപയോഗിക്കുന്നതിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് പൊതുജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ച. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ പുരുഷനെയും കേൾക്കാൻ, പുരുഷനെക്കുറിച്ച് അറിയുവാൻ, അവന്റെ ഭാഗം കേട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണിക്കുവാൻ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സ്തുത്യർഹമായ ഒരു കാര്യം തന്നെയാണ്. സ്ത്രീയും പുരുഷനും പരസ്പര ശത്രുവായി കാണിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ ലോബികളും, രാഷ്ട്രീയ കക്ഷികളല്ല, രാഷ്ട്രീയ ലോബികൾ, ഇവർ ചെയ്യുന്നത് വളരെയധികം അപകടാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ കക്ഷികൾ സ്ത്രീയെ മാത്രം ഉയർത്തി പുരുഷനെ താഴ്ത്തിക്കൊണ്ട് നിയമങ്ങൾ, ഏകലിംഗ നീതി നടപ്പിലാക്കുവാൻ ഉത്സാഹം കാണിക്കുകയാണ്. ഇതിനെതിരെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ ഇവിടെ പറയാം.